ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പാലക്കാടുകാരുടെ സ്വന്തം കറിയായിട്ടുള്ള ഉപ്പടം എന്ന് പറഞ്ഞിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അതിനു വേണ്ടി എന്താണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ, അതായത് നിറച്ചൊരു ടീസ്പൂൺ അരിയാണ് എടുത്തേക്കണത്. ഞാനിത് പച്ചരിയാണ് എടുത്തേക്കണത് കേട്ടോ. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ, അത് കാരണമാണ് ഒരു ടീസ്പൂൺ എടുത്തേക്കണത്. അല്ലെങ്കിൽ അതിന് കൂടുതൽ എടുക്കേണ്ട വരും. ആദ്യം ഞാൻ കഴുകി ആ അരി ഒന്ന് വറുക്കാൻ ഇട്ടേക്കണത്. അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതുവരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടാ. ഇത് പുഴുങ്ങലരി ആയാലും കുഴപ്പമൊന്നുമില്ല. കഴുകിയെടുത്തിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടാ. ഇത് ഒരുവിധം പൊട്ടി തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ഇട്ടേക്കണേ. അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് പൊട്ടി വരണം. പൊട്ടി വരണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. കരിഞ്ഞു പോവരുത് ഉലുവയൊന്നും. നന്നായിട്ട് മൂത്ത് പൊട്ടി വന്നാൽ മതി. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അത് കാരണമാണ് തീ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കാനത്. ഇങ്ങനെ ഇപ്പൊ ഇതെല്ലാം പൊട്ടി തുടങ്ങിയിട്ട് അപ്പൊ ഞാനൊരു 4 വറ്റൽമുളക്, എരിവിനുള്ളത് 4 വറ്റൽമുളകാണ് ഇട്ടേക്കണത്. അതും കൂടി ഇതിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഇത് പെട്ടെന്ന് മൂക്കും. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മൂക്കുമ്പോ ആ പച്ചമുളക് ഒന്ന് വീർത്ത് വരും. അതാണ് നന്നായിട്ട് മൂത്തുന്ന് അറിയാം. കണ്ടില്ലേ? ഇപ്പൊ എല്ലാം പൊട്ടിയിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. കണ്ട, ആ മുളക് വീർത്ത് വരുന്നുണ്ട്. അതാണ് മൂത്തു എന്നുള്ള തെളിവ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുക്കാം. മിക്സിയിൽ ചൂടാറുമ്പോൾ പൊടിച്ചിട്ട് പൊടിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി വേണ്ടത് വെണ്ടക്കായാണ്. വെണ്ടക്കായ നമ്മൾ സാമ്പാറിന് അരിയണ മാതിരി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ട കോൽപ്പുളി എടുത്തിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കായാണ്. കായം 1 ടീസ്പൂൺ കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെക്കാം. ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുള്ളൊരു എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടാ. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. ആ വെളിച്ചെണ്ണ ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. ഈ കറി 2-3 ദിവസം പുറത്തിരുന്നാലും കേടാവാത്ത കറിയാണ് കേട്ടാ. ഇനി ഞാൻ വെണ്ടയ്ക്ക നമ്മള് അരിഞ്ഞു വെച്ചിട്ടുണ്ടായില്ലേ, സാമ്പാറിന് അരിയണ മാതിരി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി നന്നായിട്ട് അതൊന്ന് കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരണം. അതായത് ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കി ആ വെണ്ടക്കായ്ക്ക് ആ കളർ ചേഞ്ച് വരണം. കളർ ചേഞ്ച് വന്ന് കരിഞ്ഞു പോണ്ട, നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് വന്നാൽ മതി. അപ്പൊ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇപ്പൊ ഞാൻ അതെല്ലാം കോരിയെടുക്കാണ് ചെയ്യണേട്ടാ. കണ്ടില്ലേ? അതിലെ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ട് പുളിയില്ലേ, ആ പുളി പിഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിനനുസരിച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചേക്കാണ് ചെയ്യണത്. നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കട്ടാ. അതില് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കായത്തിന്റെ പൊടി 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. കായത്തിന്റെ പൊടിയാണ് ട്ടാ, 1 ടീസ്പൂണാണ് ഇട്ടേക്കണേ. അത് നമുക്ക് കറിയുടെ ചാറ് എന്തോറുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ട്ടാ. അങ്ങനെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടിയാണ് വേണ്ടത്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് വേണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? പാകത്തിന് ഈ പുളിക്ക് യോജിച്ച് തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ചിലര് ഈ സമയത്ത് ഒരു ശർക്കരയുടെ ഒരു ബെല്ലം ഇട്ട് കൊടുക്കും. ഞാൻ ബെല്ലം ഇടണില്ല കേട്ടാ. ഞാൻ അവസാനം ശർക്കര നീരാണ് ഒഴിക്കണേ. ഇത് നന്നായിട്ട് തിളച്ച് വരണ്ട്. നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മള് പൊടിച്ചു വെച്ചുള്ള പൊടിയില് അതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പൊടി ഒഴിച്ചു കൊടുക്കാം. ആ പൊടി പാത്രത്തിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് അത് കലക്കിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പൊടിയാണ്
തിളയ്ക്കുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുതായി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. ഇപ്പൊ ഇത് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചുള്ള പച്ചമുളകില്ലേ, അത് വാട്ടൊന്നും വേണ്ട, ഈ സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ പ്രത്യേക ഒരു ഫ്ലേവർ ആണ് കിട്ടണത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കുമ്പോ ഈ കറി തന്നെ കുറുതാവും. ഇരിക്കും തോറും കുറുതാവണ ഒരു കറിയാണ് കേട്ടാ. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഒഴിക്കുന്നത് ശർക്കരയുടെ നീരാണ്. ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് ശർക്കര നീരെടുത്ത് ഒരു 1.5 ടീസ്പൂൺ ശർക്കര നീരാണ് ഒഴിച്ചേക്കുന്നത് കേട്ടെ. അതും കൂടി ഒഴിച്ചാലാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അതായത് ഉപ്പും പുളിയും മധുരം ഒക്കെ നമ്മുടെ ഇഞ്ചമ്പുള്ളിയുടെ പകരക്കാരനായിട്ടൊക്കെ ഉപയോഗിക്കാം. അത്ര ടേസ്റ്റ് ഉള്ള കറിയാണ്. ഇപ്പൊ ആ മധുരം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണേ. ഇനി നമുക്ക് താളിക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകാണ്, 1.5 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം. ആ പൊട്ടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് ഇപ്പൊ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയും ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വറ്റൽ മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കണത്. അത് നന്നായിട്ട് പിച്ചി ചീന്തിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇത് താളിച്ച് ഒഴിക്കുകയാണ് വേണ്ടത്. ചട്ടിയില് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത് താളിച്ച് കൊടുക്കാം. ഇത് ഇരിക്കും തോറും ആണ് ഇത് കുറുതായി വരാം. കുറുതായി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ വരും. നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. കണ്ട, അപ്പൊ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിൾ ആണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.